പ്രവർത്തകരെ കൂടി പോലീസ് ബലം പ്രയോഗിച്ച് പുറത്തേക്ക് മാറ്റുകയാണ്. ഇപ്പോൾ ഹാളിന് പുറത്ത് ആക്കി ആദ്യം വാതിലടയ്ക്കുന്നു. ഇപ്പോൾ പുറത്തുനിന്ന് കോമ്പൗണ്ടിൽ നിന്ന് തന്നെ മാറ്റാനായിട്ടുള്ള ഒരു ശ്രമമാണോ അതിൽ? അതെ, കോമ്പൗണ്ടിൽ നിന്ന് തന്നെ മാറ്റുകയാണ്. ഇപ്പോൾ ആ കെട്ടിടത്തിന് പുറത്തേക്ക് എത്തിച്ചിട്ടുണ്ട് പ്രവർത്തകരെ. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ബലം പ്രയോഗിച്ച് പ്രവർത്തകരെ നീക്കുകയാണ് പോലീസ്. പോലീസ് ആക്ഷനാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒപ്പന വേദിയിൽ പ്രതിഷേധിച്ച KSU പ്രവർത്തകരെ പുറത്താക്കിയതിനു ശേഷം ഇപ്പോൾ അവിടെ നിന്ന് കസ്റ്റഡിയിലെടുത്ത് നീക്കുകയാണോ അതിൽ? പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്യാൻ നീക്കുകയാണ്. പോലീസ് ജീപ്പിലേക്ക് അവരെ കയറ്റുകയാണ്. പ്രവർത്തകർ വഴങ്ങി കൊടുക്കുന്നില്ല. ബലം പ്രയോഗിച്ച് തന്നെ പ്രവർത്തകരെ നീക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ തത്സമയം കാണുന്നത്. പ്രവർത്തകർ മാറുന്നില്ല. സിദ്ധാർത്ഥിനെ കൊന്നതുപോലെ ഇപ്പോൾ ഫർഹാൻ മുണ്ടേരി അടക്കമുള്ള നേതാക്കളെ അവിടെ കാണാൻ കഴിയുന്നുണ്ട്. KSUവിന്റെ അതിൽ തിരുവനന്തപുരം ലോ കോളേജിലെ ചെയർപേഴ്സൺ ഫർഹാൻ അടക്കം ഈ പ്രതിഷേധത്തിലുണ്ടല്ലേ? ഉറപ്പായും ഈ ലോ കോളേജിലെ ചെയർപേഴ്സൺ അടക്കം മറ്റ് KSU ഭരിക്കുന്ന കോളേജുകളിലെ ചെയർപേഴ്സൺമാരടക്കം ഈ പ്രതിഷേധത്തിലെത്തി. അടക്കമുള്ള പ്രവർത്തകരെ അവിടെ നിന്ന് ബലം പ്രയോഗിച്ച് നീക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപർണ പ്രസന്നൻ, തിരുവനന്തപുരം ലോ കോളേജ് KSUവിന്റെ ചെയർപേഴ്സൺ അടക്കമുള്ളവർ ഈ പ്രതിഷേധത്തിലുണ്ടായിരുന്നു. അവരെയൊക്കെ അവിടെ നിന്ന് നീക്കുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണാം. നമുക്ക് അങ്ങോട്ടും കൂടി ദൃശ്യങ്ങൾ കാണിക്കാമെന്ന് തോന്നുന്നു. വലിയ തോതിലുള്ള പ്രതിഷേധം ഇപ്പോഴും യൂണിവേഴ്സിറ്റി കോമ്പൗണ്ടിനുള്ളിൽ തുടരുകയാണ്. പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായിരുന്നില്ല. ബലം പ്രയോഗിച്ച് വനിതാ പ്രവർത്തകരെ അടക്കം ബലം പ്രയോഗിച്ച് നീക്കുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഇവരുടെ പ്രധാനപ്പെട്ട ആരോപണം പോലീസ് ഈ SFIയുടെ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നു. പല ക്യാമ്പസുകളിൽ നിന്നും യൂണിവേഴ്സിറ്റി യൂണിയൻ കലോത്സവത്തിനെത്തിയ KSU പ്രവർത്തകരെ തെരഞ്ഞുപിടിച്ച് SFI നേതാക്കൾ തല്ലിച്ചതയ്ക്കുന്നു എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിഷേധം നടക്കുന്നത്. ആദ്യം ഇവർ രാവിലെ സെനറ്റ് ഹാളിലാണ് പ്രധാന വേദി. വേദിയിലേക്ക് എത്തുകയും മുദ്രാവാക്യം മുഴക്കി അവിടെ തമ്പടിക്കുകയും ചെയ്തു. ഒപ്പന മത്സരം താൽക്കാലികമായി നിർത്തിവെച്ചു. പിന്നീട് ഇവരെ ഒരു വശത്തേക്ക് മാറ്റിയ ശേഷം ഒപ്പന മത്സരം തിരുവനന്തപുരം ലോ കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ അപർണ പ്രസന്നനെയും കസ്റ്റഡിയിലെടുത്ത് നീക്കുകയാണ്. അപർണയെയും കസ്റ്റഡിയിലെടുത്ത് നീക്കുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപർണയുടെ നേതൃത്വത്തിലായിരുന്നു അവിടെ പ്രതിഷേധം നടന്നത്. KSU പ്രവർത്തകരെ SFI മർദ്ദിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ അവരെ അവിടെ നിന്ന് പ്രതിഷേധം നടത്തുന്നതിനിടയിൽ നിന്ന് ഇപ്പോൾ ഹാളിന് പുറത്തേക്ക് മാറ്റി ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. KSUവിന്റെ ലോ കോളേജ് യൂണിയൻ ചെയർപേഴ്സണായ അപർണ പ്രസന്നനെയും അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുകയാണ്. അപർണയുടെ നേതൃത്വത്തിലായിരുന്നു ഒപ്പന വേദിക്ക് സമീപം പ്രതിഷേധം നടന്നത്. KSU പ്രവർത്തകരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദിൽ പാലോട്, പൂർണ്ണമായും KSU പ്രവർത്തകരെ അവിടെ നിന്ന് ബലം പ്രയോഗിച്ച് നീക്കുകയാണോ? ഉൾപ്പെടെ നീക്കുന്ന ദൃശ്യങ്ങൾ തത്സമയം നമുക്ക് കാണാൻ ചെയ്യാം. ആദ്യം പ്രതിഷേധിച്ചവരെ ബലം പ്രയോഗിച്ച് ആ സെനറ്റ് ഹാളിൽ നിന്ന് പുറത്താക്കി കടക്കുകയായിരുന്നു പോലീസ്. പിന്നീട് ഈ പ്രവർത്തകർ കൂട്ടം കൂടി വേദിക്ക് പുറത്ത് കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന സാഹചര്യത്തിലേക്ക് പോയി. അവിടെ നിന്ന് മുദ്രാവാക്യം മുഴക്കി. അപ്പോഴും പോലീസ് വേഗത്തിലെത്തി. അപ്രതീക്ഷിതമായി പോലീസ് എത്തി. ഉടൻ തന്നെ അവരെ അവിടെ നിന്നും പുറത്തേക്ക് ഇറക്കി ബലം വെച്ച് പോലീസ് വാനിൽ കയറ്റുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുകയും ചെയ്യാം.